ഹലോ ഗൈസ്, ഞങ്ങൾ പുതിയതായിട്ട് അത് വേണ്ട. ഹലോ ഗൈസ്, എൻ്റെ പേര് ഗോകുൽ. ദിസ് ഈസ് ഡേവിസ് ജോൺ കൊട്ടാരത്തിൽ എന്ന് സ്വയം പറയുന്ന ഡേവിസ് ജോൺ ആണ്. ഞങ്ങളിങ്ങനെ ചുമ്മാ ഇങ്ങനെ ട്രാവൽ കോഴിക്കോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബിരിയാണി കഴിക്കണം എന്നുള്ളൊരു മൈൻഡിലായിട്ട്. പുള്ളിക്കാരൻ മെർച്ചൻ്റ് നേവിയാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് കപ്പലിൽ നിന്ന് വന്നിട്ട് കോഴിക്കോടും ബിരിയാണി കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കോഴിക്കോട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റേ എടപ്പാളിൽ ഡീവിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ലെഫ്റ്റ് കട്ട് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ചങ്ക് ബഡ്ഡി ഉണ്ട്. ചങ്ക് ബഡ്ഡിൻ്റെ ചങ്ക് ബഡ്ഡിൻ്റെ വൈഫ് ഹൗസ് ഉണ്ട്. വൈഫ് ഹൗസ് കണ്ടപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു, അളിയ റെക്കോർഡ് ചെയ്യും, നമുക്ക് ചുമ്മാ വ്ളോഗ് പോലെ ചെയ്യാന്ന്. അപ്പോഴാണ് എനിക്ക് കത്തിയത്, നമുക്ക് വ്ളോഗ് ചെയ്തുകൂടെ, എന്തുകൊണ്ട് വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തുകൂടാ? അപ്പോൾ ഡേയ്സ് പറഞ്ഞു, ഫോൺ എടുക്ക്, ക്യാമറ എടുക്ക്, സ്റ്റാർട്ട് ചെയ്യും, അങ്ങനെ തന്നെ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ചാനലിൻ്റെ പേര് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. പേര് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തായാലും പേര് വന്നിട്ടുണ്ടാവും. ഞങ്ങൾ തികച്ചും യാദർശികമായിട്ട് ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണതിന് ഒരു 10 സെക്കൻഡ് മുമ്പാണ് ചാനൽ തുടങ്ങാമെന്നുള്ള തീരുമാനം വന്നിട്ടുള്ളത്. ഇത് എൻ്റെ ചാനലും ഡേവിസും ഇവിടെ തന്നെ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവുമായിരിക്കും അല്ലേ? നമ്മുടെ ഡേവിസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി. അവന് ടെക് ചാനൽ വേണം, അതേപോലെ തന്നെ ട്രാവൽ ചാനൽ വേണം, ഫുഡി ചാനൽ വേണം എന്നൊക്കെ പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഐശ്വര്യമായിട്ട് ഞങ്ങൾ ഫസ്റ്റ് വ്ളോഗ് ചെയ്യാൻ പോകണം. പേര് എന്തായാലും നമ്മൾ തീരുമാനിക്കും. സോ നമുക്ക് ഇന്നെന്താണ് ഷൂട്ട് ചെയ്യാൻ പോകണമെന്ന് പോലും ഇതറിയില്ല. ഈ വീഡിയോ വരുമോ എന്ന് പോലും എനിക്കറിയില്ല. ബട്ട് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ഗൈസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പേര് ഗോകുൽ, ഇത് ഡേവിസ് ജോൺ. ഞങ്ങൾ രണ്ടുപേരും തൃശ്ശൂർക്കാരാണ്. ഞങ്ങൾ തൃശ്ശൂർ ഗഡീസ്. അപ്പം ഗഡി എന്നുണ്ടല്ലോ, ഗഡി വ്ളോഗ്സ്. പേര് ഫിക്സ്, പേര് തീരുമാനിച്ചു, ഗഡീസ് വ്ളോഗ്സ്. ആ പേരുണ്ടോയെന്ന് അറിയില്ല. പേരുണ്ടെങ്കിൽ ഞങ്ങൾ പേര് മാറ്റുന്നതായിരിക്കും. പക്ഷെ ഗഡി വെച്ച് നമുക്ക് ചെയ്യാം. നമ്മളെന്തായാലും ടിപ്പിക്കലി തൃശ്ശൂർക്കാരാണ്. ബട്ട് തൃശ്ശൂർ ഭാഷ അങ്ങനെ ഇല്ല കേട്ടോ. തൃശ്ശൂർ ഭാഷ ഇല്ല എന്ന് പറയാൻ കാരണം, ഞാൻ ഒരു +2 പഠിക്കണ വരെ ഞാനും ഇവനൊക്കെ പക്കാ തൃശ്ശൂർ ഭാഷ ആയിരുന്നു. തൃശ്ശൂർ ഭാഷ അതായത് ലോക്കൽ എന്നല്ല, തൃശ്ശൂർക്കാരുടെ ബേസിക് ആയിട്ടുള്ള സ്ലാങ് തന്നെയായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളിങ്ങനെ പഠിക്കാനും ബാക്കി സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞപ്പോൾ, ഞാൻ കോളേജിൽ പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ പല ഡിസ്ട്രിക്റ്റിൽ നിന്ന് പല ആൾക്കാർ വന്നപ്പോൾ എല്ലാ ഭാഷയും കൂടി എനിക്ക് മിക്സായി. ട്രിവാൻഡ്രം, കൊല്ലം എല്ലാം കൂടി മിക്സായി കഴിഞ്ഞിട്ടാണ് എനിക്ക് എന്താ പറയുക എൻ്റെ സ്ലാങ് മാറിയത്. ഞാൻ ബേസിക്കലി ഒരു ബിസിനസ്സാണ്, നാട്ടിൽ തന്നെയാണ്. പുള്ളിക്കാരൻ മെർച്ചൻ്റ് നേവിയാണ്. പറയും. ഞാനിപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ 2-3 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ പരിപാടിയൊക്കെ തുടങ്ങിയത്. പ്ലാനിങ് കുറെ ഉണ്ടായിരുന്നു, പക്ഷേ എന്താ പറയാ, നമുക്കൊരു പുഷ് ഇല്ലല്ലോ. ഫസ്റ്റ് പുഷ് അത് നമുക്ക് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതെന്തായാലും ബേസിക് ഇതാട്ടോ, അതായത് ഒന്നുമില്ല, ജസ്റ്റ് ഫോൺ എടുത്ത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യട്ടെ. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് റൂട്ടിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ കുന്നംകുളം, കുറ്റിപ്പുറം, വാളാഞ്ചേരി റൂട്ടാണ് ഞങ്ങൾ പോകേണ്ടത്. പക്ഷേ എടപ്പാൾ ഇപ്പം എന്തോ ഒരു ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷനുള്ള കാരണം കൊണ്ട് ഡീവിയേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ എടപ്പാൾ വഴി പോകാമെന്നുണ്ടെങ്കിൽ 35 മിനിറ്റ് സ്ലോ. അപ്പോൾ തിരൂര് വഴി പോകാമെന്നുണ്ടെങ്കിൽ 35 മിനിറ്റ് ഫാസ്റ്റായിട്ട് പോകുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ആ വഴി ഡീവിയേറ്റ് ചെയ്യാണ്. തിരൂർ ഞങ്ങൾക്കൊരു ബഡ്ഡി ഉണ്ട്, ഷഹദ് ബിലാൽ എന്നാണ് പറയുന്നത്. തൃശ്ശൂർ പക്കാ തിരൂർക്കാരനാണ്. തിരൂരാണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ സ്ഥലം എന്നൊക്കെ സ്വയം അംഗീകരിക്കുന്ന തിരൂര് ഒരു രാജ്യമായി പ്രഖ്യാപിക്കണമെന്ന് വരെ ഉറക്കത്തിലൊക്കെ പിച്ചും പേരും പറയുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. ഇനി എന്തായാലും നമുക്കൊന്ന് ഫുഡ് അടിക്കണം. അതായത് ഞങ്ങളൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് എവിടെ നിന്ന് കഴിക്കണം എന്നുള്ളതിൻ്റെ ഇപ്പോൾ കൊറോണേൻ്റെ കുറച്ച് ഇഷ്യൂസും കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. അതായത് നമുക്ക് നോക്കാം. കിട്ടിയാ? എന്ത് കിട്ടി? ഞങ്ങള് റെസ്റ്റോറൻ്റ് ഒന്നും കയറാനുള്ളൊരു ഇതില്ല, കാരണം കൊറോണ ഒക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും സ്നാക്സ് വാങ്ങിച്ച് കഴിക്കുക എന്നുള്ളൊരു മൈൻഡിലാണ്. അയ്യോ, സാനിറ്റൈസർ എന്താണ്? എടുക്ക സാധനം
10:30 നമ്മള് സ്ലോ ആട്ടോ. ഒന്ന് പെട്ടെന്ന് എടുക്കട്ടെ ദിവസേ. വലിയ ഇതില്ല കട്ട്ലേറ്റ്. നല്ല ചൂടുണ്ട് കേട്ടോ. അതിനെ കൊടുത്തോണ്ടായില്ലേ. ഞാനൊരു മൃണാലാകുന്നു. ടാറ്റാ. നമുക്കടുത്ത് നമ്മുടെ കൊക്കോനെ കാണണം. കൊക്കോ ഞാൻ ചെറുപ്പത്തിലേ കണ്ടിട്ടുള്ളതാണ്, കുഞ്ഞിലെ കണ്ടതാണ്. കണ്ടിട്ട് ഇപ്പോൾ കുറച്ചായി. അപ്പോൾ കൊക്കോനെ കാണണം. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പോകാൻ പോകണം. കാല് സൂക്ഷിച്ചോട്ടോ. വെള്ളം വെള്ളം വരുന്നുണ്ടല്ലേ. വെള്ളത്തിൻ്റെ കാര്യം വിറ്റ AC-ൻ്റെ എന്തോ വെള്ളം ലീക്കാവുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ 10,000 രൂപ വരുന്നു പറഞ്ഞു. അല്ല 5,000 രൂപ വരുന്ന അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം വരുമ്പോൾ എടുത്ത് കോരി കളഞ്ഞാൽ മതി എന്നാണ് ബെറ്റർ. പാട്ടിടും. അയ്യോ ഗേറ്റ് അടച്ചിട്ടേക്ക് അത് തുറക്കട്ടെ. ഞാൻ ഇരുന്നോട്ടെ. മോനിക്കണ്ട എനിക്കണ കൂടെ വന്നാലും അങ്ങനെ ചേച്ചിനെ കണ്ടാലും കാറ് തുറന്നാലും ശരി. കാറ് പുറത്തിട്ടതുകൊണ്ടാണ് അതേ കാറ് കഴിയും. എന്താ എന്നോട് പറഞ്ഞിട്ട് കൊക്കോ 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 ഏതാ കൊക്കോ പട്ടിയാണെന്ന് വിചാരിച്ചില്ലല്ലേ. കൊക്കോ എനിക്ക് ഇത് മറ്റേ റോഡ് വീട്ടിലേ കൈ കൊട്ട കൈ കൊട്ട ഗുണ്ടുമണി എനിക്ക് നീ പിടിച്ചോ. പേടിക്കണ്ട. ചെറുതായിട്ട് പേടിയുണ്ട് കേട്ടോ ദിവസം. ചെറുതായിട്ട് പേടിയുണ്ട്. എനിക്ക് എനിക്ക് ഇടോ വലിയ ആളായിട്ടോ. അമ്മേ ഞങ്ങളെ ഇറങ്ങട്ടെ. ഇല്ല ഞങ്ങളിപ്പോ കുടിച്ചുള്ളൂ. ഞങ്ങളെ പുറത്തുനിന്ന്
ഇല്ല ഞങ്ങൾ കുഞ്ഞായിരുന്നു, വെരി സ്മോൾ ബേബി. അത് വന്നപ്പോൾ ബിഗ് ബേബി. Bola. Bola. Bola, bola. ഞങ്ങളങ്ങനെ കൊക്കുവിനെ കണ്ടു, നിങ്ങളും കണ്ടെന്ന് വിചാരിക്കണു. കൊക്കു അടിപൊളിയാണ്, ചെറുതായിട്ടൊക്കെ പേടിയായി, എന്നാലും കുഴപ്പമില്ല. ഒന്നും വിചാരിച്ചില്ലല്ലേ, ഡേവിസിന് കിട്ടിയില്ലേ? ശരിക്കും അങ്ങോട്ട് ഞെട്ടിച്ച് ഡേവിസിനെ മറ്റേ കൊക്കോനെ കൊണ്ടുവന്നു കണ്ടിട്ടുള്ളതാണ് ഞാൻ. അതായത് ഒരു 2 മാസം കാണിച്ചു കൊടുക്ക്. കട്ടി ഓട്ടെ കൊക്കോ, ഓട്ടെ. കൊക്കോ സാഡായിട്ടോ, കൊക്കോ ഭയങ്കര സാഡായിപ്പോയി. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, നല്ല വെയിറ്റുണ്ട് കേട്ടോ. ജാക്കിനെ പോലെ ഒന്നുമല്ല, നല്ല തടിച്ചിട്ടുണ്ട്. പുള്ളിക്കാരനെ അതുകൊണ്ട് തന്നെ അധികം ഇതൊന്നുമില്ല, എക്സസൈസ് ഒന്നുമില്ല. ജസ്റ്റ് 2 ഓട്ടോ ഓടിക്കുമ്പോഴേക്കും ഒന്ന് കിടന്നു. പക്ഷെ അടിപൊളി കേട്ടോ. ഒരു സാമ്പിൾ എന്തായാലും നല്ല എൻ്റർടൈൻമെൻ്റാണ്. വീട്ടിൽ മാസ്ക് വെച്ചു, മാസ്ക് വരുന്നില്ലേ? നമ്മുടെ പുതിയൊരാള് വന്നിട്ടുണ്ട് ഇവിടെ, ഒളിഞ്ഞിരിക്കാണ് തോന്നുന്നു. പറടാ, അയ്യോ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അറിയില്ല. എന്താ നിനക്ക് ബ്ലോഗ് തുടങ്ങാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പഠിക്കണം. നീ എങ്ങനെ അൺബോക്സിംഗ് ചെയ്യും? അതാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചോണ്ടിരിക്കുന്നത്. സ്റ്റാർട്ടിങ് മാത്രമേ ഉള്ളൂ, കുറച്ചൊക്കെ കഴിഞ്ഞു. കാര്യത്തിനോട് എനർജി ഉണ്ടാവും സ്റ്റാർട്ടിങ്ങിലൊക്കെ. കാര്യത്തിന്റെ അടുത്ത് എത്തുമ്പോ ഡേവിസിന് എന്നെ കൊണ്ട് പറ്റുന്നു തോന്നലില്ല. ഷാജേട്ടാ അത് പറഞ്ഞ സ്കീമാണ്. ഇന്നലെ കളിക്കാൻ പോയി അവിടെ എത്തിക്കഴിഞ്ഞ് അവിടെ കുറെ ആൾക്കാർ കളിക്കണ്ടായിരുന്നു. അത് കളിക്കാണ്ടപ്പോ ഡേവിസിന് ഗ്യാസ് പോയി. ഇനി കൊണ്ട് പറ്റില്ല, എനിക്ക് പേടിയാ. അവരിതെന്താ പടക്കം പൊട്ടിക്കാണോ? സ്മാഷ് ഒക്കെ കാണും, പേടിയാവാം. ഇതുവരെ കളിച്ചിട്ടില്ല. ഞാൻ കളിക്കണില്ല, അത് കഴിഞ്ഞു. ഇത് ഞങ്ങളുടെ വ്ളോഗാണ്. അത് കിട്ടി, അത് കട്ട് ചെയ്തു. ഞങ്ങളങ്ങനെ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. കോഴിക്കോട് എത്തി ഇങ്ങനെ ടൗണിൽ നിന്ന് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നേരത്തെ കൊക്കോനെ കണ്ടിട്ട് ഇപ്പോൾ കുറച്ച് ലേറ്റായി പോയി, പ്ലാനിങ് ഒക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. പുതിയൊരാൾ വന്നിട്ടുണ്ട്, ദിസ് ഇസ് ശില്പ. പിന്നെ ഞങ്ങൾക്ക് ഇനി കുറച്ച് ആൾക്കാരോട് കാണാനുണ്ട്. ഒരു എന്താ പറയുക, ഭാവിയിലത്തെ വലിയൊരു ഷെഫിനെ കാണാനായിട്ടുള്ളൊരു പ്ലാനൊക്കെ ഉണ്ട്. ആൾക്കാർ മറ്റേ സ്വന്തമായി കുക്ക് ചെയ്ത് സ്വന്തമായി ആസ്വദിച്ച് കഴിക്കുന്ന ഒരു ഷെഫിനെ കുറച്ചേരം കണ്ട് കാണിച്ചു തരാം. പിന്നെ ബിരിയാണീൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു സാഡ് ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ എവിടെയും കഴിക്കാൻ പറ്റില്ല. ഒറ്റ ഹോട്ടലിലും ബിരിയാണി ഇല്ല എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പാർസൽ വാങ്ങിക്കണം. പാർസൽ വാങ്ങിച്ചാലും റഹ്മത്തിൽ നിന്ന് പാർസൽ വാങ്ങിക്കണം. റഹ്മത്തിൽ ബീഫ് ബിരിയാണിയാണ് നമ്മുടെ ദേശീയ ഭക്ഷണം. അപ്പോൾ അത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും അപ്പോൾ അടുത്ത പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ മറ്റേ ഫോയിൽ പേപ്പറിൽ മാത്രമേ പാർസൽ കൊടുക്കുന്നുള്ളൂ. അത് കിട്ടിയിട്ട് കാര്യമില്ല, വായിലയിൽ പൊന്നിട്ടുള്ളതിൻ്റെ ഇത് വേണം. അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് വാങ്ങിക്കാം, പാർസൽ വാങ്ങിക്കാം. പറ എങ്ങനെയുണ്ട് ദിവസം ഇങ്ങനെ നന്ദി എങ്ങനെ ബ്ലോഗ് കൊണ്ട് മുന്നോട്ടേക്ക് പോകേണ്ടി വരും.
ഇല്ല, നമ്മൾ ലിയൻ്റെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. എന്തൊക്കെയുണ്ട്, മന്തിയുണ്ട്, ബിരിയാണി ഉണ്ട്, വേറെ എന്തൊക്കെയുണ്ട്. ദൈവം സ്വന്തം വിട്ട് കോഴീനെപ്പോലെ ഇരിക്കുക. ഗൈസ്, ഞങ്ങൾ അങ്ങനെ നേരത്തെ പറഞ്ഞ ആളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മറ്റേ സ്വന്തമായിട്ട് കേക്ക് ഉണ്ടാക്കി സ്വന്തമായി കഴിച്ച് സ്വന്തമായി അഭിപ്രായം പറയുന്ന ഒരു വ്യക്തി. ആ വ്യക്തിനാണ് കാണിക്കാൻ പോകുന്നത്. പേര് പറയും. ലിയ ഫാത്തിമ. എന്താണ്? ലിയ ഫാത്തിമ ഡോക്ടറാണ്. MBBS തീരാൻ പോകണം. കരുണ മെഡിക്കൽ കോളേജിലാണ്. നമ്മൾ ലിയേൻ്റെ വീട്ടിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മൾ ലിയേൻ്റെ വീടിൻ്റെ ടൂർ 1.5 വീടാണ്. എവിടെ നമ്മളിവിടെ നോക്കി ഇഷ്ടം പോലെ പൂക്കളൊക്കെ കാണാം. പിന്നെ ഇതൊക്കെ മുറ്റാണ്. പറമ്പുണ്ട്. ഇത് സിറ്റിംഗ് റൂം. നമ്മൾ ആരെയൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഈ ചെടികളൊക്കെ ആർട്ടിഫിഷ്യൽ അല്ലേ? അതെ, ഇമ്പോർട്ട് പ്ലേസ്. ഇതാണ് ഓഫീസ് റൂം. ഭയങ്കര പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും. വലിയ വലിയ കാര്യങ്ങളൊക്കെ പേഴ്സണൽ റൂമിലാണോ, ഓഫീസ് റൂമിലാണോ? പേഴ്സണൽ റൂമല്ല, പപ്പയുടെ ആരെയൊക്കെ വരുമ്പോൾ ഇവിടെ ഇരുത്തും. ഓക്കെ. അപ്പോൾ ഇവിടെ ആയിരിക്കാം? ഇവിടെ വലിയ ആണുങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ ഇരിക്കും. ഓക്കെ. എന്തെങ്കിലും പറയാനുള്ളത്? ഇതാണ് ഡൈനിങ് ഹാൾ. ഇങ്ങോട്ടൊക്കെ എടുക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ശരി, അടുത്തേക്ക് പോവാം. പിന്നെ ഇതാണ് ലേഡീസ് സിറ്റിംഗ് റൂം. ലേഡീസ് സിറ്റിംഗ് റൂം. ഓക്കെ. കണ്ടോ, ഇത് വീണ്ടും വേറൊരു പുറത്തോട്ടുള്ള വാതിൽ. അങ്ങനെ ഈ വാതിൽ ഇവിടുത്തെ എല്ലാ ഫ്ലോറിലും ഉണ്ട് കേട്ടോ. 3 ഫ്ലോറിലും ഈ സെയിം 3 ഫ്ലോർ ഉണ്ട്. വലിയ പുള്ളി കേട്ടോ. ഒരേപോലത്തെ ഇതേപോലെ 3 ഉണ്ട്. എന്താണ് ഈ ചെടിയുടെ പേര് കലാഞ്ചേരി. 4 കളേഴ്സ് ഉണ്ട്. 4 കളേഴ്സോ? അതിപ്പോൾ ഇത് വേണ്ടെന്നുള്ളൊരു DM ചെയ്തു മതി. ഇത് മാസ്റ്റർ ബെഡ്റൂം. ഓക്കെ. ഇവിടെയാണ് വാഷ് ബേസിൻ. എല്ലായിടത്തും നമുക്ക് മുകളിലോട്ട് കയറാം. കയറിക്കോ. ഞാൻ കയറണം. ഞാൻ കയറാം. ലൈറ്റ് ഇട്ടോ? ലൈറ്റ് ശരിക്കും പരപ്പനല്ല നിൻ്റെത്. ഒരിക്കൽ ഇതൊക്കെ മേടിച്ച് വെച്ചേക്കുന്നതാണോ? മക്കളെ നിങ്ങൾക്കെന്നാ തന്നു വിടാൻ വെച്ച് ആർക്ക്? ഇന്ന് പോണ വയ്ക്കുന്നത് നമുക്ക് മൊത്തം കഴിക്കാൻ പറ്റുള്ളൂ. മറ്റേ മ്യൂസിക് ഇടുന്നുണ്ടോ? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മ്യൂസിക് കിട്ടാറുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മ്യൂസിക് കിട്ടാറുണ്ട്. എന്ത് സംഭവം ഇത്? പറ്റാ ഇന്നത്തെ സംഭവം എന്താ? ഇത് അതിൻ്റെ സിറപ്പ്. അല്ല, ഇത് എന്താ കേക്ക്? എന്താ പിസ്താഷ്യോ. മനസ്സിലായില്ല. എന്നാലും വെച്ചോ. പുറത്തു പോകണോ? അല്ല, നമുക്ക് എങ്ങനെ കൊണ്ടുപോകും? നോക്കാം, തരാം. ഞാനത് കവർ ചെയ്ത് തരാം. ഞാൻ ഇതിൻ്റെ
ടേസ്റ്റ് കണ്ടിട്ട് എന്ത് തോന്നുന്നു? സാധനം എന്തെങ്കിലും കമന്റ് പറ. എങ്ങനെയുണ്ട്? എന്നാലും ചോദിച്ചിട്ട് മനസ്സിലായില്ലോന്ന്? ബംഗാളി സ്വീറ്റ് ഇതെങ്ങനെ കൊണ്ടുപോവുക? കാറിൽ സൂക്ഷിച്ച് വെക്കണം അനങ്ങാത്ത രീതിയിൽ. വയറ് വെച്ച് ഫുഡും കഴിച്ച് വീട്ടിലേക്കുള്ള പാർസലുമായിട്ട് ഇത് അലിയ വന്നിരിക്കുകയാണ്. കാര്യം പറഞ്ഞോട്ടെ. അപ്പോൾ നമ്മൾ ഇതേടെ ലിയാൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ എല്ലാവർക്കും ലിയാനോടൊരു നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. ഞാൻ വിചാരിച്ചു ഇത്രയും വലിയ വീട് കണ്ടപ്പോ അവരെല്ലാരും കൂടെ ഒരുമിച്ചായിരിക്കും താമസം. കുടുംബക്കാരൊക്കെ പക്ഷെ ഇത്രയും പേർക്ക് ഇത്രയും വലിയ വീട് ഗൈസ്, ഞങ്ങളങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു. ലിയേൻ്റെ അവിടെ നിന്ന് ഇറങ്ങി അവൻ്റെ ശില്പനെ വിട്ടു. പിന്നെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കാണാനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ എന്തായാലും ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും പാർസൽ വാങ്ങിക്കാമെന്ന് വെച്ചാൽ ഞങ്ങളിത് റഹമത്തിൻ്റെ പാർക്കിങ്ങിൽ വന്നേക്കാണ്. റഹമത്തിൽ നിന്ന് ഞങ്ങൾ ബിരിയാണി പാർസൽ വാങ്ങിച്ചിട്ട് തിരിച്ചു പോകാനുള്ളൊരു പരിപാടിയിലാണ്. ഡേയ്സുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാനുള്ള ടൈമായിട്ടുണ്ട്. ഞങ്ങൾ തൃശ്ശൂർ എത്തി. ഇപ്പോൾ 10 മണിയായി. ഞങ്ങൾ നേരത്തെ ഫുഡൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല. കാരണം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടേക്ക് എത്താനുള്ള തൃശ്ശൂർക്ക് എത്താനുള്ളതിൻ്റെ ഇതിൽ കാരണം ഞങ്ങൾ പെട്ടെന്ന് വണ്ടി എടുത്ത് ഇറങ്ങി. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല എന്നറിയാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വെറുതെ ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചതാണ്. ജസ്റ്റ് റാൻഡം ആയിട്ടുള്ള വ്ളോഗ്സ് ചെയ്യാനാണ് താല്പര്യമുള്ളത്. പിന്നെ ഡേയ്സ് ആണെങ്കിലും ഒരു 1-2 മാസം കഴിഞ്ഞാൽ നേരെ കപ്പലിലേക്ക് പോകും. സോ ഫ്യൂച്ചർ ഇനി അടുത്ത വീഡിയോ വരാണെങ്കിൽ എന്ന് വരുന്നു എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ ഇന്ന് ചെയ്ത പോലെ തന്നെ നാളെയും ഇതുപോലെ വേറൊരു വീഡിയോ വന്നു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ.